3 നേതാക്കൾക്ക് വേണ്ടിയുള്ള പോസ്റ്റർ യുദ്ധം വിവിധയിടങ്ങളിലായി നടക്കുന്നുണ്ട്. അതിനിടെ അല്പസമയം മുൻപ് തലസ്ഥാനത്ത് നിന്ന് വരുന്ന വാർത്ത രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒറ്റയാൾ സമരം നടക്കുന്നുണ്ട് എന്നാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായി ദേശീയ പരിസ്ഥിതി കോൺഗ്രസിന്റെ പേരിലാണ് പ്രചാരണം. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചെയ്തത്. മേഘന പറയും, ഇപ്പോഴും ആ സമരം തുടരുകയാണോ? തീർച്ചയായും മുഖ്യമന്ത്രി കസേരയ്ക്കായി 3 പേർ മുൻ രംഗത്ത് തന്നെയുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയ്ക്കായാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വ്യത്യസ്തമായിട്ടൊരു പ്രചരണം നടക്കുന്നത്. കോട്ടയം സ്വദേശിയായിട്ടുള്ള ജ്യോതിഷ് കൃഷ്ണനാണ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ പരിസ്ഥിതി കോൺഗ്രസിന്റെ പേരിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരവുമായി അല്ലെങ്കിൽ ഒരു പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ആവശ്യപ്പെടുന്നത് രമേശ് ചെന്നിത്തല നയിക്കട്ടെ, കേരളം വളരട്ടെ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം, യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ്. എന്താണ് ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള സമരത്തിലേക്ക് എത്താൻ കാരണം? ഇക്കാര്യം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരമാണിത്. ഇപ്പം ഞങ്ങൾക്ക് നേരിട്ട് നിരീക്ഷകരോട് പറയാൻ പറ്റത്തില്ല. അപ്പം സാധാരണപ്പെട്ട പ്രവർത്തകരുടെ ആ ഒരു വികാരം പൊതുജനത്തെ കൂടെ അറിയിച്ചാൽ മീഡിയ വഴി AICC നിരീക്ഷകരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഇത്. KC യും VD സതീശനും ഒക്കെ ഉണ്ടല്ലോ രംഗത്ത്, മുഖ്യമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ടു. KC കോൺഗ്രസിൻ്റെ നേതാവാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ സംസ്ഥാനം ഇത്രയും കടത്തിൽ നിൽക്കുന്ന സമയത്ത് KC മുഖ്യമന്ത്രിയായി ഇനി 2 തെരഞ്ഞെടുപ്പുകൾ നടത്തണം. അത് കോൺഗ്രസ് പാർട്ടി ജനങ്ങളോട് ചെയ്യുന്ന ഒരു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണ് ആവശ്യപ്പെട്ടത്. 2 തെരഞ്ഞെടുപ്പ്, ഒരു MP ഇനി വന്നു കഴിഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പ് വേണം, നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും നടത്തണം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, കാര്യം ജനങ്ങളെ അറിയാവുന്ന നേതാവ്. ജനങ്ങൾക്കിടയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ കയറി ചെല്ലുന്ന പോലെ തന്നെ, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്ന പോലെ തന്നെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കയറി ചെല്ലാൻ പറ്റും. അനുജ, അങ്ങനെ തന്നെയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല കുഞ്ഞുവിന് ശേഷം രമേശ് ചെന്നിത്തലയാണ് യോഗ്യനായ നേതാവ് എന്നുള്ള ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇവിടെ വൈകുന്നേരം 5 മണി വരെ സമരം തുടരും, ഈ പ്രചരണ സമര രീതി തുടരുമെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതിൽ ജനങ്ങളുടെ ആവശ്യം രമേശ് ചെന്നിത്തല ആകണമെന്നൊക്കെയാണ് ഇവിടെ പരിസ്ഥിതി കോൺഗ്രസിന്റെ പേരിൽ പരിസ്ഥിതി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള ജ്യോതിഷ് കൃഷ്ണൻ പറയുന്നത്. കോട്ടയത്ത് നിന്ന് ഈ സമരത്തിനായി, ഈ പ്രചരണത്തിനായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരികയും ചെയ്തിട്ടുള്ളത്. തലസ്ഥാനത്ത് അങ്ങനെ ഒറ്റയാൾ സമരം നടത്തുന്നു, മറ്റൊരിടത്ത് ആത്മഹത്യാ ശ്രമം, അത് ഒരു ഭാഗത്ത് തുടരുന്നു, പോസ്റ്റർ യുദ്ധം മറുഭാഗത്ത്. അതിനിടെയാണ് നിർണായകമായ നീക്കങ്ങൾ, ചർച്ചകൾ കാരണമുണ്ട്. അവരുടെ നേതാക്കളെ പിന്തുണയ്ക്കാൻ അവർ അത് പരസ്യമായി തന്നെ പറയുകയാണ്. അതാണ് ഈ സമയത്തെ സവിശേഷതയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.